ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയിൽ തന്നെ ഇത് ചെയ്താലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏകദേശം 1 കപ്പ് ചെറിയുള്ളി ചതച്ചതെടുത്തിട്ടുണ്ട്. നമ്മൾ ചുമ്മാ കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എണ്ണം പറയുകയാണെങ്കിൽ ഒരു 25-30 ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഉണ്ടാക്കി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3.5 ടീസ്പൂൺ നിറയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ കാശ്മീരി തന്നെ എടുക്കാൻ നോക്കുക. മറ്റേ മുളകാണെങ്കിൽ ഇത്രയും ചേർക്കാൻ പറ്റില്ല. മറ്റേ മുളക് ഉള്ളതെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ച മണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നിങ്ങൾ ഇതിൽ കൂടുതൽ എടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറഞ്ഞത് ഇത്രയെങ്കിലും എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേ കളറൊക്കെ ചെറിയുള്ളിയിൽ ഇങ്ങനെ മുളകിൻ്റെ ആ ഒരു കളറൊക്കെ പിടിച്ച് നല്ല ചുമന്ന കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. ചിക്കൻ ചേർക്കുമ്പോൾ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. എന്നാലും നന്നായിട്ട് മസാല ഫുള്ളായിട്ട് ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് മേടിച്ചാൽ മതി. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ പൊടികളൊന്നും ഇല്ലല്ലോ, ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കാരണം ഇതിൽ ചേർത്തിട്ടുള്ളത് തന്നെ മെയിനായിട്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക് ആയതുകൊണ്ട് നല്ല രുചിയായിരിക്കും ഇത് ഉണ്ടാക്കി വരുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഒന്ന് വേവുന്ന അത്രയും നേരം വേവിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചിക്കനിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ചിക്കൻ നന്നായിട്ട് വേവുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുതിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയാണ്. ചിലപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇത് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ ചിക്കനിൽ ഇങ്ങനെ മസാലയൊക്കെ പിടിക്കാത്ത പോലെ ഉണ്ടാവും. പക്ഷേ അത് നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി വരുന്ന സമയത്ത് ചെറിയുള്ളിയും മുളകൊക്കെ അതിൽ നന്നായിട്ട് പെരണ്ടിരിക്കും. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ ചെയ്യുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. കാരണം ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല ഇതിൽ. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതിങ്ങനെ മുരിച്ചെടുക്കാം. ഇതിനെ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് തന്നെ മതി. അതിൽ തന്നെ കിടന്ന് അതിങ്ങനെ മൊരിഞ്ഞ് വന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് മൊരിഞ്ഞ് ആ മുളകും ആ ചെറിയുള്ളിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ സ്മെല്ലും കൂടിയാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.